മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് സുവിശേഷത്തിൽ കളകളെക്കുറിച്ചുള്ള ഉപമകളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങൾ. കർത്താവ് നമ്മളോട് പറയുന്നത്, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിധിച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമയോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതെടുത്ത് കളഞ്ഞെന്ന് വരും. കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. അതിനെക്കുറിച്ചൊരു വിശദീകരണവും കൂടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 36-ാം വചനം മുതൽ പറയുന്നുണ്ട്. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്ത്യമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വചനഭാഗം നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്ത് കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. എന്നാൽ ഈ മനുഷ്യരിൽ കളകൾ, ദുഷ്ടാത്മാവ് എന്ന് ഈ വചനത്തിൻ്റെ കൂടെ അവൻ്റെ വിത്ത് കൂടി വിതക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഇന്ന് ഈ ലോകത്തിൻ്റെ യുഗാന്ത്യ കാലത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം കർത്താവിനെതിരെ അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന ചിന്തയോടുകൂടി ദുഷ്ടൻ പ്രവർത്തിക്കുകയാണ്. അത് ഈ ലോകത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും ഇന്ന് പടർന്ന് പന്തലിക്കുകയാണ്. തീർച്ചയായും യേശുവിൻ്റെ വചനത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഈ യുഗാന്ത്യത്തിൽ ദുഷ്ടർക്ക് നിത്യമായ നരകാഗ്നിയിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് തന്നെയാണ്. ആയതിനാൽ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ കുരിശും ചുമന്നുകൊണ്ട് തന്നെ യേശുവിനെ അനുഗമിക്കേണ്ടതായി വരും. നമ്മൾ ഇച്ഛിക്കാത്ത പലതും നാം സഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭകളിൽ യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തി പ്രബലമാവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഒരു വയലിൽ വിത്തുകൾ
വിതറുവാനായിട്ട്, കൃഷി ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായും ആ വയലിൽ നാം കളകളെ അകറ്റി അതിനെ കിളച്ചു സജ്ജമാക്കിക്കൊണ്ടും വെള്ളവും വളവും നൽകിക്കൊണ്ടും മികച്ച തരം വിത്തുകൾ വിതറിക്കൊണ്ടുമാണ് നാം വയലിൽ കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും ഇതിനിടയിൽ കളകൾ എങ്ങനെയാണ് വളരുന്നത്? നാം ഓമനിച്ച് വളർത്തുന്ന ചെടികൾ വളരുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് കളകൾ വളരാറുണ്ട്. ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ കളകൾ നന്നായിട്ട് വളർന്നു പോകുന്നു. ഇതാണ് ഈ ലോകം. ഇന്ന് ഈ ലോകത്ത് സൃഷ്ടാവായ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ വളരുകയുമുണ്ട്. എന്നാൽ അത് നിത്യമായ നാശത്തിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനോട് ചേർന്ന് നമ്മുടെ സൃഷ്ടികർമ്മങ്ങളിൽ പങ്കാളികളാകുമ്പോൾ നാമും ഒരുങ്ങണം. നാം ഒരുങ്ങി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അത് ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള പ്രവർത്തന മേഖലയായിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിശുദ്ധരായ മക്കളെ ആയിരിക്കും ലഭിക്കുക. തീർച്ചയായിട്ടും ഇത് കർത്താവിൻ്റെ ഈ വചനത്തിലൂടെ ഈ ഒരു കാര്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ജനത്തിന് മാത്രമേ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകൂ. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ നമ്മൾ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ഹൃദയം നിർമ്മലമാക്കിക്കൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് ബലി. നമുക്ക് കർത്താവായ യേശു നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാനായി കർത്താവായ യേശു സ്ഥാപിച്ച സഭയിലൂടെ കൂദാശകളിലൂടെ നാം ജീവിക്കേണ്ട കാലഘട്ടത്തിൽ നമുക്കിന്ന് സഭ അധികാരികളിൽ നിന്ന് പോലും നമുക്ക് നീതി ലഭിക്കാത്ത ഒരവസ്ഥ നാം ഇന്ന് കാണുന്നു. അതാണ് ഇന്ന് ലോകം ദൈവത്തിനെതിരെ പോകുന്ന അവസ്ഥയിലൂടെ യുഗാന്ത്യത്തിൻ്റെ ലക്ഷണമാണ്. കർത്താവ് പറയുന്നുണ്ട്, യുഗാന്ത്യം എന്ന് ആയിരിക്കുമെന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു, അശുദ്ധിയുടെ അരൂപികൾ വിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ നാം കരുതുക. ഈ കാലഘട്ടം അതെ ഇന്ന് നാം കാണുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഓരോ ദൈവജനത്തിനും ഇന്ന് പീഡകളുടെ കാലമാണ്. അവർ ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി അവരുടെ ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുന്നു. എന്നാൽ അധികാരം കൊടുത്തിട്ടുള്ള ഈ ജനത്തിന് നയിക്കുവാനായിട്ട് അധികാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പലരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ കാലഘട്ടം അന്ധതയുടെ കാലഘട്ടമാണ്. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് നിറയുവാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ബ്രദർ തോമസ് ജോർജ്.